വചനത്തിൻ അഭിഷേകം മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. നിൻ വചനം ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 23-ാം സങ്കീർത്തനം 1-ാം തിരുവചനം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. സങ്കീർത്തകനായ ദാവീദ് തൻ്റെ ജീവിതത്തിന് അനുഭവം ഈ വചനത്തിലൂടെ നമ്മോട് പങ്കുവയ്ക്കുകയാണ്. നമുക്കൊരുമിച്ച് വിശ്വാസത്തോടെ ഈ വചനത്തിന് അഭിഷേകം സ്വീകരിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഒരിക്കൽ കൂടെ സ്വരം ഉയർത്തി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവാണ് എൻ്റെ ഇടയൻ, കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും തന്നെ സുപരിചിതമായ തിരുവചനമാണിത്. ദൈവാശ്രയത്വമുള്ള ഒരു ദൈവ പൈതലിന് എപ്പോഴും കർത്താവിൻ്റെ പരിപാലനയുണ്ടായിരിക്കും. നമ്മുടെ ജീവിതത്തിന്റെ ഇടയനായി കർത്താവ് മാറുമ്പോൾ, പ്രിയ സഹോദര സഹോദരി, നമ്മൾ ഒന്നിനെ കുറിച്ചും ആകുലപ്പെടേണ്ടി വരികയില്ല. ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഇന്നത്തെ ശുശ്രൂഷയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് പലവിധ ദുരിതങ്ങൾ മൂലം ഭാരത്തോടെ ജീവിക്കുന്ന അനേകർക്ക് വേണ്ടിയാണ്. അവരെല്ലാം പരിശുദ്ധാത്മാവിൽ നിറയണം. നമ്മളായിരിക്കുന്നിടത്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നമ്മുടെ ഭവനങ്ങളിലേക്ക് മഹത്വത്തിൻ സാന്നിധ്യമായി കർത്താവ് ഇറങ്ങി വരുന്ന സമയമാണ്. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ ഒരുമിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. ഓരോ വചനത്തെയും അടയാളങ്ങളിലൂടെ സ്ഥിരീകരിക്കണമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം മറന്ന് കരങ്ങൾ അടിച്ച് ആത്മനിറവോടെ നമ്മൾ പാടി സ്തുതിക്കുകയാണ്. മാതാപിതാക്കൾ മക്കളെല്ലാം ഒരുമിച്ച് നമ്മളായിരിക്കുന്നിടത്ത് കർത്താവിനെ പാടി ആരാധിച്ച്, ഇത് കൃപയുടെ സമയമാണ്. 10,000ങ്ങളിലേക്ക് കർത്താവിന്റെ കൃപയുടെ തീ കത്തി പടരുന്ന സമയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ. എല്ലാവരും ചേർന്ന് പാടിയേ. ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നു? എങ്കിൽ അഭിഷേകത്തോടെ പാടി സ്തുതിച്ച്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി ബോധ്യത്തോടെ പാടിക്കേ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. കരങ്ങൾ ഉയർത്തി അടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം ഇറങ്ങട്ടെ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്ന് അറിയുന്നു ഞാൻ. ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്തി അടിച്ച്
കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ കർത്താവേ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്ന് അറിയുന്നു ഞാൻ. യേശുവേ, അത്ഭുതങ്ങളുടെ ദൈവമേ, പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മെ അനുഗ്രഹിക്കുന്ന, നമ്മെ സുഖപ്പെടുത്തുന്ന കർത്താവിൻ നാമം വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. പരിശുദ്ധാത്മാവേ, ജനലക്ഷങ്ങളിൽ കത്തിപ്പടരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ദൈവാശ്രയത്വത്തിന്റെ ജീവിതമാക്കി ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഓ കർത്താവേ, രോഗികളെ സൗഖ്യമാക്കണമേ. ഞങ്ങളുടെ വചനം അയച്ച് മാറാൻ രോഗികളെ സുഖപ്പെടുത്തണമേ. യേശുവിന്റെ നാമത്തിൽ ക്യാൻസർ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ട്യൂമർ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അൾസർ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ ഹൃദ്രോഗികളും ലിവർ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ശ്വാസകോശ സംബന്ധമായ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ അത്ഭുത നാമത്താൽ എല്ലാ അലർജി രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. Lord bless, heal in Jesus. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പ്രവർത്തിക്കണമേ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് പകരണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾ ദൈവ സാന്നിധ്യത്തിന്റെ ഭവനങ്ങളായി ഉയർത്തപ്പെടട്ടെ. Lord bless, bless Lord. പൈശാചിക ശക്തികളെ, നാരകീയ സ്വാധീനങ്ങളെ, സാത്താൻ അടിസ്ഥാനങ്ങളെ ചിഹ്നഭിന്നമാക്കണമേ. കർത്താവിന്റെ വചനത്തിന്റെ ശക്തിയാ, നിങ്ങളുടെ നാമത്തിന്റെ ശക്തിയാ, നിങ്ങളുടെ തിരുമുറിയുടെ ശക്തിയാ, ഞങ്ങളെല്ലാവരും ആത്മനിറവുള്ളവരാകട്ടെ. Bless, bless Lord. പലവിധ വിഷയങ്ങളിൽ കർത്താവേ, നിന്റെ അഭിഷേകം ഇറങ്ങട്ടെ. വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത വിഷയങ്ങളിൽ അവിടുത്തെ അത്ഭുത പ്രവൃത്തി വെളിപ്പെടട്ടെ. വിവിധങ്ങളായ തകർച്ചകൾ മൂലം ഭാരത്തോടെ കഴിയുന്ന പതിനായിരങ്ങളെ കർത്താവെ സ്പർശിക്കണമേ. ഞങ്ങളെ കുടുംബങ്ങൾ അനുഗ്രഹിച്ച കർത്താവെ, ഞങ്ങളെ സുഖപ്പെടുത്തിയ കർത്താവെ, ഞങ്ങളുടെ വചനത്താൽ ഞങ്ങളെ കഴുകിയ കർത്താവെ, ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. താങ്ക് യു, താങ്ക് യു ലോർഡ്. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, ഇന്നത്തെ ശുശ്രൂഷ വഴി ഞങ്ങളെല്ലാവരും വിശ്വാസത്തിൽ വളരുന്നവരാകുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രത്യാശയുള്ളവരാകാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. എബ്രായ പുസ്തകം 10-ാം അധ്യായം 38-ാം തിരുവചനം. എന്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. അവൻ പിന്മാറുന്നെങ്കിൽ എന്റെ ആത്മാവ് അവനിൽ പ്രസാദിക്കുകയില്ല. ഈ വചനത്തിലൂടെ നമ്മോട് എന്താണ് കർത്താവ് സംസാരിക്കുന്നത്? എന്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. നമുക്ക് തോന്നാം, ഇതെന്തൊരു സന്ദേശമാണ്. വിശ്വാസം മൂലം ജീവിക്കേ, എങ്ങനെയാണ് ഈ കാലഘട്ടത്തിലെ വിശ്വാസം മൂലം ജീവിക്കാൻ പറ്റുക? പതിനായിരങ്ങള് ഇപ്രകാരം ചിന്തിക്കുന്നുണ്ട്. നമുക്ക് ചെയ്യാൻ കഴിയാത്തൊരു കാര്യം ഒരിക്കലും കർത്താവ് നമ്മോട് പറയുകയില്ല. എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കുമെന്ന് കർത്താവ് പറയുന്നെങ്കിൽ അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ മതിയായവനാണ് കർത്താവായ യേശു ക്രിസ്തു. ദൈവമക്കൾ ജീവിക്കുന്നത് ഈ ലോകത്തിൻ്റെ സമ്പത്ത് കൊണ്ടും പദവി കൊണ്ടും സ്ഥാനമാനങ്ങൾ കൊണ്ടും മാത്രമല്ല. വിശ്വാസം മൂലം ഒരു ദൈവ പൈതലിന് ജീവിക്കാൻ കഴിയുമെന്ന് ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ വ്യക്തമായി
പഠിപ്പിക്കുകയാണ്. പ്രവാചകനായ ദാനിയേലിന്റെ ജീവിതത്തിലോട്ട് നമുക്ക് വരാം. വിശുദ്ധ ബൈബിളിൽ എന്നെ ഏറെ സ്വാധീനിച്ച ഒരു പ്രവാചകനാണ് ദാനിയേൽ. എനിക്ക് ഉറപ്പുണ്ട് നമ്മെ അനേകരെ സ്വാധീനിച്ച പ്രവാചകനാണ് ദാനിയേൽ. ദാനിയേലിൻ്റെ ജീവിതത്തിൻ്റെ വിജയം അവൻ്റെ വിശുദ്ധിയായിരുന്നു. കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ദൈവഹിതത്തോടെ എപ്പോഴും ചേർന്ന് ദാനിയേൽ ജീവിക്കുകയാണ്. സർവജ്ഞാനിയായ ദൈവം 3 പ്രാവശ്യം ദാനിയേലിനെ വിളിക്കുന്നുണ്ട്, ഏറ്റവും പ്രിയങ്കരനായ ദാനിയേലേ, ഏറ്റവും പ്രിയപ്പെട്ടവനായ മനുഷ്യ. ഇത് കർത്താവിൻ്റെ സാക്ഷ്യമാണ്. തൻ്റെ പ്രവാചകനെ നോക്കി കർത്താവ് വിളിക്കുക, നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, ഞാൻ ഏറെ സ്നേഹിക്കുന്ന വിശുദ്ധ പാത്രമാണ് നീ. കർത്താവിൻ്റെ ഹിതത്തിന് കീഴ്പ്പെട്ട് അവിടുത്തെ പരിശുദ്ധിയിൽ അനുദിനം വളർന്ന പ്രവാചകനായിരുന്നു ദാനിയേൽ. ദാനിയേലിന്റെ അഭിഷേക ശുശ്രൂഷ വഴി ബാബിലോൺ സാമ്രാജ്യത്തിൽ കർത്താവിൻ്റെ നാമം ഉയർത്തപ്പെടുകയാണ്. അവന്റെ ശുശ്രൂഷയിലൂടെ ബാബിലോൺ സാമ്രാജ്യത്തിലുള്ള വിഗ്രഹ ശക്തികളെ പരിശുദ്ധാത്മാവ് തകർക്കുകയാണ്. അന്ധകാര പോരാട്ടങ്ങള്, സാത്താന്യ കോട്ടകള് ദാനിയേലിന്മേൽ പകരപ്പെട്ട അഭിഷേക ശക്തിയാൽ അതെല്ലാം നിർവീര്യമായി പോവുകയാണ്. ഇതിൽ അസൂയ പൂണ്ട കുറെ ദേശാധിപതികള് രാജാവിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് പറഞ്ഞു, ദാനിയേൽ ഞങ്ങൾക്ക് നീ വിട്ടുതരിക, ദാനിയേൽ നീ വിട്ടുതരുന്നില്ലെങ്കിൽ നിന്നെയും നിന്റെ കുടുംബത്തെയും ഞങ്ങൾ നശിപ്പിക്കും. ഈ ദേശാധിപതികളുടെ വാക്ക് കേട്ട് രാജാവ് അസ്വസ്ഥനായി. രാജാവ് ദാനിയേലിനെ ഇവർക്ക് വിട്ടുകൊടുക്കുകയാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 31-ാം തിരുവചനം. ഇവർ ദാനിയേലിനെ സിംഹക്കുഴിയിലേക്ക് എറിയുകയാണ്. 6 ദിവസങ്ങൾ പ്രവാചകനായ ദാനിയേൽ ആ സിംഹക്കുഴിയിൽ കഴിഞ്ഞുകൂടുകയാണ്. 7 സിംഹങ്ങൾ ആ കുഴിയിൽ ഉണ്ടായിരുന്നു. 32-ാം വചനത്തിൽ വചനം സാക്ഷ്യപ്പെടുത്തുന്നു, ഓരോ ദിവസവും 2 മനുഷ്യരെയും 2 ആടുകളെയും ഈ സിംഹങ്ങൾക്ക് തീറ്റ കൊടുക്കുമായിരുന്നു. എന്നാൽ ദാനിയേലിനെ ഈ കുഴിയിൽ ഇടുന്നത് കൊണ്ട് ദിവസങ്ങളായി ഈ സിംഹങ്ങൾക്കൊന്നും തന്നെ കൊടുത്തിരുന്നില്ല. 34-ാമത്തെ തിരുവാക്യം. 6 ദിവസങ്ങൾ രാവും പകലും ഒന്നും ഭക്ഷിക്കാതെ ഒന്നും പാനം ചെയ്യാതെ ആ സിംഹക്കുഴിയിൽ ദാനിയേൽ കിടക്കുകയാണ്. അവൻ തൻ്റെ കർത്താവിനെ ആശ്രയിക്കുകയാണ്. വിശ്വാസം എന്ന് പറയുന്നത് ദൈവാശ്രയത്വത്തിൻ്റെ ജീവിതമാണ്. ഈ ശുശ്രൂഷയിൽ അനേകം ആയിരങ്ങള് പലവിധ പ്രശ്നങ്ങൾ മൂലം, തകർച്ചകൾ മൂലം, ജീവിതത്തിൽ വിട്ടുമാറാത്ത ചില പരാജയങ്ങൾ മൂലം വളരെയധികം ഭാരപ്പെട്ട് അസ്വസ്ഥരായി കഴിയുന്നുണ്ട്. പ്രിയ സഹോദര സഹോദരി, ദൈവാശ്രയത്വമുള്ള ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ നിരന്തരം കർത്താവിൻ്റെ പരിപാലന ഉണ്ടായിരിക്കും. നമ്മൾ ഒന്നിനെ കുറിച്ചും അസ്വസ്ഥരാകേണ്ട. നമ്മുടെ ഏത് ആവശ്യങ്ങളെക്കാളും എത്രയോ ഉന്നതനാണ് നമ്മുടെ കർത്താവ്. ഈ സിംഹക്കുഴിയിൽ, സിംഹങ്ങളുടെ നടുവിൽ അസ്വസ്ഥനാകാതെ, പതറാതെ, ആകുലപ്പെടാതെ പ്രവാചകനായ ദാനിയേൽ അവൻ തൻ്റെ കർത്താവിനെ ആശ്രയിക്കുകയാണ്. നമ്മൾ ഈ വചന ശുശ്രൂഷയുടെ ആരംഭത്തിൽ കണ്ടു സങ്കീർത്തകനായ ദാവീദിന്റെ അനുഭവം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഇത് ദാവീദിന്റെ മാത്രം അനുഭവമല്ല, നമുക്കും ഇത് വിളിച്ചു പറയാൻ കഴിയണം. എൻ്റെ ജീവിതത്തിൻ്റെ, ഞാനായിരിക്കുന്ന എൻ്റെ കുടുംബത്തിൻ്റെ സമസ്ത മേഖലകളുടെയും ഇടയൻ എൻ്റെ കർത്താവാണ്. ഈ തിരിച്ചറിവിൽ വളരുന്ന ഒരു ദൈവ പൈതലും അവർ അസ്വസ്ഥരാവുകയില്ല. എന്തൊരു ശാന്തതയോട് കൂടിയ ഈ സിംഹക്കുഴിയിൽ ദാനിയേൽ കിടന്നത്. അവൻ പ്രാർത്ഥിച്ചു, അവൻ കർത്താവിൻ്റെ പരിപാലനയിൽ വിശ്വസിച്ചു. 34-ാം വചനം പഠിപ്പിക്കുന്നു, ഈ സമയത്ത് ഹബക്കൂക്ക് പ്രവാചകൻ തൻ്റെ വയലിൽ പണിയെടുക്കുന്നവർക്ക് വേണ്ടി ആഹാരവുമായി പോകുന്ന സമയത്ത് കർത്താവിൻ്റെ ദൂതൻ പ്രവാചകനായ ഹബക്കൂക്കിനെ പ്രത്യക്ഷപ്പെടുകയാണ്. ദൂതൻ പ്രവാചകനോട് പറയും, ഹബക്കൂക്ക്, ബാബിലോണിൽ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിനെ
നിന്റെ കയ്യിൽ ആഹാരം നീ കൊണ്ടുപോയി കൊടുക്കുക. ബാബിലോൺ എന്നുള്ള പേര് കേട്ടപ്പോൾ ഹബക്കൂക്ക് പ്രവാചകൻ പറഞ്ഞു, ബാബിലോൺ ഞാൻ കേട്ടിട്ട് പോലുമില്ല. ഈ സമയത്ത് 35-ാം വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്, കർത്താവിന്റെ ദൂതൻ ഹബക്കൂക്ക് പ്രവാചകന്റെ മുടിയിൽ പിടിക്കുകയാണ്, അവനെ തൂക്കിയെടുക്കുകയാണ്. വായുവേഗത്തിൽ, സൂപ്പർസോണിക് വിമാനത്തെക്കാളും വേഗതയിൽ, വായുവേഗത്തിൽ പ്രവാചകനെ കൊണ്ടുപോവുകയാ. അവർ ബാബിലോണിലെത്തി. ഇസ്രായേലിൽ നിന്ന് ബാബിലോണിലേക്ക് 100 കണക്കിന് മൈലുകളുടെ ദൂരമുണ്ട്. എന്നാൽ സെക്കൻഡുകൾക്കുള്ളിൽ പ്രവാചകനായ ഹബക്കൂക്കിനെയും കൊണ്ട് ദൈവത്തിന്റെ ദൂതൻ ബാബിലോണിലെ സിംഹക്കുഴിയുടെ മുകളിലെത്തുകയാണ്. 37-ാമത്തെ വചനം എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ച വചനമാണ്. തന്നെ സ്നേഹിക്കുന്നവരെ, താൻ ആശ്രയിക്കുന്നവരെ മാനിക്കുന്ന, പരിപാലിക്കുന്ന ഒരു ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. നമ്മളൊന്നിനെ കുറിച്ചും ആകുലപ്പെടേണ്ട കാര്യമില്ല. എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? ഇതെന്തൊരു ജീവിതമാണ്, ഇതിനേക്കാൾ ഭേദം മരിച്ചാൽ മതി, എൻ്റെ ജീവിതം പാഴായി പോയില്ലെന്നൊക്കെ ചിന്തിച്ച് വ്യസനിക്കുന്ന അനേകർക്കുള്ള കർത്താവിൻ്റെ ശബ്ദമാണിത്. താൻ ആശ്രയിക്കുന്നവരെ, തന്നെ സ്നേഹിക്കുന്നവരെ ഒരിക്കലും കർത്താവ് ഉപേക്ഷിക്കുകയില്ല. പ്രവാചകനെ ഹബക്കൂക്ക് വിളിച്ചു പറയും, ദാനിയേൽ, ദാനിയേൽ, കർത്താവ് നിനക്കായി ഒരുക്കിയിരിക്കുന്ന ആഹാരം നീ കഴിച്ചാലും. ആ സിംഹക്കുഴിയിലേക്ക് ഈ ആഹാരം ഇട്ടുകൊടുക്കുകയാണ്. ഈ സമയത്ത് പ്രവാചകനായ ദാനിയേൽ നിറകണ്ണുകളോടെ, ആനന്ദത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി വിളിച്ചു പറയും, കർത്താവേ, അങ്ങേ ആശ്രയിക്കുന്നവരെ, അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങ് ഒരു നാളും ഉപേക്ഷിക്കുന്നില്ലല്ലോ, അങ്ങ് ഒരു നാളും ഉപേക്ഷിക്കുന്നില്ലല്ലോ, അങ്ങ് ഈ ദാസനെ ഓർമ്മിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞ് അവൻ ആനന്ദം കൊണ്ട് പൊട്ടിപ്പൊട്ടിക്കരയാ. കർത്താവ് തനിക്കായി ഒരുക്കിയ ആഹാരം അവൻ കഴിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, പ്രവാചകനായ ദാനിയേലിന് ദൈവം എവിടുന്ന ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്ന് കൊടുത്ത്? ഇസ്രായേലിൽ നിന്ന്, ബാബിലോണിൽ കഴിയുന്ന ദാനിയേലിനെ ഇസ്രായേലിൽ നിന്ന് കർത്താവ് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്ന് കൊടുക്കുക, 100 കണക്കിന് മൈലുകൾ അപ്പുറത്ത് നിന്ന്. ഇത് ദൈവത്തിന്റെ കാറ്ററിംഗ് സർവീസ് ആണ്. എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കുമെന്ന് കർത്താവ് പറയുന്നത് ഒരു തമാശയല്ല. നമ്മുടെ ജീവിതത്തിൽ ഈ വചനം പൂർത്തീകരിക്കുവാൻ മതിയായ ദൈവമാണ് നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ ആശ്രയിക്കുന്ന നമ്മുടെ കർത്താവ്. ഈ വചനം നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു മിഷണറിയുടെ അനുഭവം എൻ്റെ ഹൃദയത്തിലൂടെ കടന്നു വരികയാണ്. കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിപാലനയിൽ 5000-ഓളം അനാഥ കുഞ്ഞുങ്ങളെ ഈ മിഷണറി എടുത്തു വളർത്തിയിരുന്നു. അവർക്ക് ദൈവത്തിന് സ്നേഹം പകർന്നു കൊടുത്ത് അവർ വിശ്വാസത്തിൽ വളർത്തി. 5000 കുഞ്ഞുങ്ങളെ താമസിപ്പിച്ച് അദ്ദേഹം ശുശ്രൂഷിക്കുകയായിരുന്നു. 5000 കുഞ്ഞുങ്ങൾക്ക് വേണ്ട ആഹാരം, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ, അവർക്ക് വേണ്ട വസ്ത്രങ്ങൾ, അവർക്ക് വേണ്ട മെഡിസിൻ, ഓരോ മാസവും ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരും. എന്നാൽ ഈ മിഷണറിയുടെ പ്രത്യേകത, അദ്ദേഹം ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി ആരെയും സമീപിച്ചിരുന്നില്ല. എനിക്ക് ഇന്ന ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഇത്രയും സമ്പത്ത് തരണം, എൻ്റെ മുൻപിൽ ഇങ്ങനെ പല പല ശുശ്രൂഷകളുണ്ട്, നിങ്ങളതിനെ സഹായിക്കണമെന്ന് ഒരു മനുഷ്യനോട് പോലും അദ്ദേഹം പറഞ്ഞിരുന്നില്ല. അദ്ദേഹം എപ്പോഴും തൻ്റെ ആവശ്യങ്ങൾ, ഈ ശുശ്രൂഷ താൻ ഏൽപ്പിച്ച തൻ്റെ കർത്താവിനോട് പറയുമായിരുന്നു. കർത്താവേ, ഇന്ന് ഇത്ര രൂപയുടെ ആവശ്യമുണ്ട്, ഇന്ന് ആവശ്യമുണ്ട്, ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇന്ന് ഇത്ര കാര്യങ്ങൾ വേണം കർത്താവേ. അദ്ദേഹം കർത്താവിനെ ആശ്രയിച്ചുകൊണ്ട് തൻ്റെ ആവശ്യങ്ങൾ തന്നെ വിളിച്ച തൻ്റെ ദൈവത്തോട് പറയും. ഈ സമയത്ത് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് ആരൊക്കെ നിയോഗിച്ചിട്ടുണ്ടോ അവരെ ഹൃദയത്തെ കർത്താവ് തുറക്കുകയാണ്. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള സാമ്പത്തിക സഹായം നൽകുവാൻ, അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുവാൻ കർത്താവ് 1000-ങ്ങളെ ഒരുക്കുന്ന അത്ഭുതകരമായ കാഴ്ച. അങ്ങനെ 5000-ഓളം വരുന്ന കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തുകയും അവിടെ അനുദിന ചെലവുകൾ നടത്തിയുള്ള ആ വലിയ ഓർഫനേജ് ദൈവത്തിൻ്റെ പരിപാലനയിൽ ഈ മിഷണറി നടത്തുകയാണ്. മാത്രമല്ല എല്ലാ മാസവും 2000-ഓളം
സുവിശേഷ പ്രഘോഷകർക്ക്, മിഷണറിമാർക്ക് അദ്ദേഹം സാമ്പത്തിക സഹായം ചെയ്തിരുന്നു. ഓരോ മാസവും കോടിക്കണക്കിന് രൂപയുടെ ആവശ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ ഒരു രൂപ പോലും അദ്ദേഹം ഒരു മനുഷ്യനോടും ചോദിച്ചു വാങ്ങിയില്ല. തനിക്ക് വേണ്ട ആവശ്യങ്ങൾ തൻ്റെ കർത്താവിനോട് പറയും. കർത്താവ് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആരെയൊക്കെ നിയോഗിച്ചിട്ടുണ്ടോ അവരോട് പറയും. അവർ അദ്ദേഹത്തിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. ഇത് വലിയൊരു ദൈവപരിപാലന ചിത്രമാണ്. ഈ മിഷണറിയുടെ പേരാണ് ജോർജ് മുള്ളർ. പ്രാർത്ഥന കൊണ്ട്, ദൈവാശ്രയത്വം കൊണ്ട്, വിശ്വാസം കൊണ്ട് അദ്ദേഹം കർത്താവിൻ്റെ നന്മകൾ സ്വീകരിക്കുകയാണ്. എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കുമെന്നുള്ള കർത്താവിൻ്റെ തിരുവെഴുത്ത് അത് ഒരു ഭംഗിവാക്കല്ല. ഈ നാളുകളിലും നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരം പ്രവർത്തിക്കുവാൻ കർത്താവായ യേശുവിന് കഴിയും. മറ്റൊരു സംഭവം ഞാൻ ഓർക്കുകയാണ്. വേറൊരു മിഷണറി പറഞ്ഞൊരു അനുഭവം. അദ്ദേഹത്തിന് 5 മക്കളുണ്ട്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ കുഞ്ഞ് അവൾ ഒരു മന്ദബുദ്ധിയാണ്. 7ാം ക്ലാസ് വരെ അവൾ ക്ലാസ്സിൽ പഠിക്കാൻ പോയി. ടീച്ചേഴ്സ് പറഞ്ഞു, ഈ കുഞ്ഞിനെ ഇങ്ങോട്ട് വിടണ്ട, ഇവളൊരു ബുദ്ധൂസാണ്, ഇതിനൊന്നും പഠിക്കാൻ പറ്റത്തില്ല. ഈ തല എപ്പോഴും ഇങ്ങനെ ചരിച്ചിട്ട് നാവിങ്ങനെ പുറത്തേക്ക് നീട്ടി വെള്ളം ഒലിപ്പിക്കുന്ന ഒരവസ്ഥ. അധ്യാപകരെ അവളെ കൈവിട്ടു. ഈ പേരൻസ് വളരെ സന്തോഷത്തോടെ തങ്ങളുടെ കുഞ്ഞിനെ സ്വീകരിച്ചു. അവർക്ക് ബോധ്യമുണ്ടായിരുന്നു കർത്താവിന് അസാധ്യമായി ഒന്നും തന്നെയില്ല. അവർ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു, അവർ കർത്താവിനെ ആശ്രയിച്ചു. 10ാം ക്ലാസ് കഷ്ടിമുഷ്ടി ഇവള് പാസ്സായി. വീട്ടിലിരുന്ന് ഈ കുഞ്ഞിനെ അവർ പഠിപ്പിക്കാൻ തുടങ്ങി. ഒരു വിശ്വാസത്തോടെ ഓരോ ദിവസവും ഈ കുഞ്ഞിൽ പ്രവർത്തിക്കുവാനായി അവർ കർത്താവിനെ ക്ഷണിക്കുകയാണ്. അത്ഭുതമെന്ന് പറയട്ടെ, അവൾ +2 പാസ്സായി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആ പെൺകുട്ടി ആരാന്നറിയോ? മാനസിക രോഗികളെ ചികിത്സിക്കുന്ന ഒരു വലിയ മനോരോഗി വിദഗ്ധയായി കർത്താവ് അവൾ ഉയർത്തുകയാണ്. ഓട്ടിസം ബാധിച്ച് മന്ദബുദ്ധിയായി ലോകം തള്ളിക്കളഞ്ഞ ആ കുഞ്ഞിനെ കർത്താവ് അനുഗ്രഹിച്ചുയർത്തുകയാണ് അവളുടെ മാതാപിതാക്കളുടെ വിശ്വാസം മൂലം. ആ പേരൻസിന് ഉറപ്പുണ്ട്, ദൈവമക്കൾ ജീവിക്കുന്നത് വിശ്വാസം മൂലമാണ്. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറഞ്ഞത്, കൊരിന്ത്യർ സഭയ്ക്ക് 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വാക്യം വളരെ സുന്ദരമായൊരു തിരുവചനമാണ്. ഞങ്ങൾ കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് ജീവിക്കുന്നത്. വാക്ക് ബൈ ഫെയ്ത്ത് നോട്ട് ബൈ സൈറ്റ്. ഞങ്ങൾ വിശ്വാസത്താലാണ് നടക്കുന്നത്, കാഴ്ചയാലല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കാണുന്ന കാര്യങ്ങളല്ല വിശ്വസിക്കേണ്ടത്, വിശ്വസിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയണം, വിശ്വസിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയണം. ആ മിഷണറി കുടുംബം തങ്ങളുടെ കുഞ്ഞിനെ അവർ കർത്താവിനെ സമർപ്പിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവ് അനുഗ്രഹിക്കുന്നത്, അവൾ ഉയർത്തപ്പെടുന്നത്, അവളുടെ ഓട്ടിസം മാറുന്നത്, കർത്താവിൻ്റെ നന്മകൾ അവൾ അനുഭവിക്കുന്നത് അവർ വിശ്വാസത്തിന് കണ്ണുകളിലൂടെ ദർശിച്ചു. അവർ എന്ത് വിശ്വസിച്ചുവോ അപ്രകാരം തങ്ങളുടെ കുഞ്ഞിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുകയാണ്. എൻ്റെ സഹോദര സഹോദരി, നമ്മൾ അസ്വസ്ഥരാകരുത്. കർത്താവിൻ്റെ തിരുവെഴുത്ത് നമുക്ക് ഓർക്കാം. എൻ്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കുന്നു. ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവം ഓർക്കുകയാണ്. ഞാൻ പല പ്രാവശ്യം എൻ്റെ കുടുംബത്തോട് പങ്കുവെച്ചിട്ടുള്ളതാണ്. 23-ാമത്തെ വയസ്സിൽ ഞാൻ പൂർണ്ണ സമയം സുവിശേഷ വേലയ്ക്കായി മുന്നോട്ട് വന്നു. ഞാൻ എൻ്റെ ജീവിതത്തെ കർത്താവിന് സമർപ്പിച്ചു. അന്ന് അനേകർ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിനക്ക് വെറും 23 വയസ്സേ പ്രായമായിട്ടുള്ളൂ, നീ സുവിശേഷ വേലയെന്ന് പറഞ്ഞ് ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങിയാൽ നിന്റെ ഭാവി എന്താകും? നിന്റെ ജീവിതം എന്താകും? നിന്റെ കുടുംബം എന്താകും? കുറച്ച് കഴിയുമ്പോൾ ഈ ആവേശമൊക്കെ പോകും. അന്ന് കൂടെ ആരുണ്ടാവില്ല. ഇപ്പോൾ സ്നേഹിക്കുന്നവരും കൂടെ നടക്കുന്നവരൊക്കെ അന്ന് വിട്ടകന്നു പോകും. നീ ഒറ്റപ്പെടും. നിന്റെ ജീവിതം വളരെ ദുരിതപൂർണമാകും. അനേകർ സ്നേഹത്തോട് ഉപദേശിച്ചു. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ കാലങ്ങളിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കഷ്ടപ്പാടുകളും വേദനകളും ദുരിതങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിന് നടുവിലൂടെ അത്ഭുതകരമായി കരം പിടിച്ച് കരുതലോടെ നയിച്ച കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ആവോളം എനിക്ക് പങ്കുവയ്ക്കാൻ കഴിയും. ഇന്ന് എൻ്റെ ദേശത്ത് ഏറ്റവും നല്ല മാന്യമായ, എല്ലാവിധത്തിലും മാന്യതയാർന്ന ഒരു സ്ഥാനം നൽകി കർത്താവ് അനുഗ്രഹിക്കുകയാണ്. കർത്താവിനെ ആശ്രയിച്ചാൽ, കർത്താവിനെ മുറുകെ പിടിച്ചാൽ, കർത്താവിൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കാൻ നമ്മൾ തയ്യാറായാൽ കർത്താവ് നമ്മൾ ഉയർത്തും. അതിലൂടെ നമ്മൾ മുന്നോട്ട് നയിക്കുവാൻ
യേശുവിന് കഴിയും. ബാബിലോണിൽ സിംഹക്കുഴിയിൽ കിടക്കുന്ന തൻ്റെ പ്രവാചകനായ ദാനിയേലിനെ ഇസ്രായേലിൽ നിന്ന് കർത്താവ് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടു കൊടുത്തുവെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അമേരിക്കയിൽ നിന്ന് ഉച്ചഭക്ഷണം കൊണ്ടുവന്ന് തരാനും കർത്താവ് ശക്തനാണ്. പിന്നെ എന്തിന് നമ്മൾ അസ്വസ്ഥരാകുന്നത്? നമ്മൾ എന്തിന് ആകുലപ്പെടുന്നത്? കർത്താവിനെ മുറുകെ പിടിച്ചേ, കർത്താവിനെ ആശ്രയിച്ച്, കർത്താവ് പറയുന്ന കാര്യങ്ങളിൽ സംശയിക്കാതെ ഒന്ന് വിശ്വസിച്ച്, അവിടെ അത്ഭുതങ്ങൾ നടക്കും. അവിടെയാ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. അതുകൊണ്ട് സ്നേഹ ബഹുമാനപ്പെട്ട ഷാജി തുമ്പിച്ചൻ ആത്മനിറവോടെ പാടിയത്, പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു, കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് യേശു ചെയ്യാൻ പോകുന്നു, യേശു ചെയ്യാൻ പോകുന്നു. കർത്താവ് നൽകിയ ഈ തിരുവചനങ്ങളെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് നമ്മെ വിഷമിപ്പിക്കുന്ന സകല ഭാരങ്ങളും വിട്ടുകളഞ്ഞ് പരിപൂർണമായ ഒരു സമർപ്പണത്തിലേക്ക് വരാം. എന്റെ നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. നമ്മുടെ ഹൃദയത്തിലേക്ക് തുളഞ്ഞു കയറേണ്ട തിരുവചനമാണ്. ഈ വചനം നമ്മെ രൂപാന്തരപ്പെടുത്തും. ഈ വചനം നമ്മെ അനുഗ്രഹിക്കും. ഈ വചനം നമ്മെ സുഖപ്പെടുത്തും. ഈ വചനം നമ്മെ പരിശുദ്ധാത്മ നിറവുള്ളവരാക്കും. കർത്താവിന്റെ മുമ്പിൽ എളിമപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ട സകല നന്മകളും അനുഗ്രഹങ്ങളും കർത്താവിന്റെ കരങ്ങളിലുണ്ട്. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിലെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരമപരിശുദ്ധനായ കർത്താവേ, ദിവ്യ കാരുണ്യമായി ഞങ്ങളുടെ മധ്യേ കടന്നു വന്നിരിക്കുന്ന അങ്ങയുടെ സാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. തിരുസന്നിധിയിൽ നമ്മളായിരിക്കുന്നിടത്ത് എല്ലാവരും മുട്ടുകുത്തി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ കർത്താവിന്റെ ആത്മാവ് നമ്മെ പഠിപ്പിച്ചു. നീതിമാൻ വിശ്വാസം മൂലം ജീവിക്കും. ഹൃദയം നുറുകി നമുക്ക് പ്രാർത്ഥിക്കാം. പലവിധ തകർച്ചകൾ മൂലം, രോഗങ്ങൾ മൂലം, പരാജയങ്ങൾ മൂലം വേദനിക്കുന്ന നമ്മുടെ എല്ലാ ദുരിതങ്ങളെയും ദിവ്യകാരുണ്യത്തിലേക്ക് സമർപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവിനെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുക. അത്ഭുതകരമായ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകപ്പെടുകയാണ്. അനേകം ജീവിതങ്ങളിലെ ബന്ധനക്കെട്ടുകൾ ചിതറുന്ന സമയം, അനേകം രോഗികൾ സുഖപ്പെടുന്ന സമയം. രോഗികളായിട്ടുള്ളവരെ, നിങ്ങളുടെ ശരീരത്തിൽ എവിടെയാണ് നിങ്ങൾ രോഗങ്ങൾ അനുഭവിക്കുന്നത്, ആ ശാരീരിക ഭാഗത്ത് നിങ്ങൾ വലതുകരം വെച്ച് പ്രാർത്ഥിക്കുക. ഈ സമയം കർത്താവിന്റെ സൗഖ്യദായകമായ ശക്തി ആ ശാരീരിക ഭാഗങ്ങളിലേക്ക് ഒഴുകപ്പെടുകയാണ്. ഇരുകരങ്ങളും ദിവ്യകാരുണ്യ സന്നിധി ഉയർത്തിപ്പിടിച്ച് നമ്മെ അനുഗ്രഹിക്കുന്ന, നമ്മെ സുഖപ്പെടുത്തുന്ന, വിശ്വാസത്തിന്റെ ആത്മാവിനാൽ നമ്മെ ജ്വലിപ്പിക്കുന്ന യേശുവിനെ നാമം വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഈശോ നൽകുന്ന ആശീർവാദം സ്വന്തമാക്കിക്കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈശോയെ, ഈശോയെ നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങൾ അനുഗ്രഹിച്ചതിനായി, ഞങ്ങൾ സുഖപ്പെടുത്തിയതിനായി, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അങ്ങ് അത്ഭുതങ്ങൾ ചെയ്തതിനായി, ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിച്ചതിനായി നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, പിതാവേ നന്ദി, പരിശുദ്ധാത്മാവേ. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് സർവാധിപത്യമുള്ള ദൈവത്തെക്കുറിച്ചാണ്. ഈ വചന ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ.